സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് മാറ്റിയതിൽ സന്തോഷം പ്രകടിപ്പിച്ച പാർലമെന്റിൽ പാട്ടുപാടിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പരിഹസിച്ച് ഗാനരചയിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പി. ഗാനരചയിതാവായ തന്റെ പേര് പരാമർശിക്കാത്തതിനുള്ള അതൃപ്തി ശ്രീകുമാരൻ തമ്പി രേഖപ്പെടുത്തുകയും ചെയ്തു. ഒരുപക്ഷെ തന്റെ പേര് കേന്ദ്രമന്ത്രിയുടെ നാവിൽ വഴങ്ങില്ലാത്തതാക്കിയുമെന്ന് ശ്രീകുമാരൻ തമ്പി പരിഹസിച്ചു. ഒരു മഹാകവി എന്ന ലേബലിൽ എന്നെ ഒതുക്കി. ഈ ഗാനവും വയലാർ എഴുതിയതാണെന്ന് ജനങ്ങൾ ധരിച്ചോട്ടെ എന്ന അദ്ദേഹം ശുദ്ധഹൃദയൻ വിചാരിച്ചു കാണും. ആരിൽ നിന്നും നന്ദി പ്രതീക്ഷിക്കേണ്ട എന്ന സത്യം തനിക്കറിയാമെന്നും ശ്രീകുമാരൻ തമ്പി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് പാർലമെന്റിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് പൂർണ്ണമായി അംഗീകരിക്കപ്പെട്ടതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നതിനിടയിൽ കേരളം കേരളം കേളികൊട്ടുണരുന്ന കേരളം എന്ന ഗാനം പാടി അഭിമാന പുളികനായി. എം. ഡി. വാസുദേവൻ നായർ, ജോൺസൺ, വയലാർ, ദേവരാജൻ തുടങ്ങിയ മലയാളത്തിലെ പ്രഗത്ഭരെ അനുസ്മരിച്ച് സാഹിത്യത്തിലും സംഗീതത്തിലുമുള്ള തന്റെ താല്പര്യം അദ്ദേഹം വെളിവാക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം പാടിയ കേരളം കേരളം എന്ന പാട്ട് എഴുതിയ ശ്രീകുമാരൻ തമ്പി എന്ന അടിയന്റെ പേര് പറയാൻ തയ്യാറായില്ല. ഒരുപക്ഷെ എന്റെ പേര് അദ്ദേഹത്തിന്റെ നാവിൽ വഴങ്ങില്ലായിരിക്കും. പകരം ഒരു മഹാകവി എന്ന ലേബൽ എന്നെ ഒതുക്കി. പാടുന്നതിന് മുമ്പ് വയലാർ, ദേവരാജൻ എന്നീ പേരുകൾ പറഞ്ഞു നിന്ന് ഈ ഗാനം വയലാർ എഴുതിയെന്ന് ജനങ്ങൾ ധരിച്ചോട്ടെ എന്ന് ആ ശുദ്ധ ഹൃദയം വിചാരിച്ചു കാണും. കേരളത്തെക്കുറിച്ചുള്ള ഒരു മികച്ച ഗാനമായി എല്ലാ മലയാളികളും അംഗീകരിക്കുന്ന ഈ ഗാനത്തിന്റെ രചയിതാവായ എൻ്റെ പേര് എന്ന നല്ല അവസരത്തിൽ പറയാതിരിക്കാൻ സുരേഷ് ഗോപി രണ്ടുമൂന്ന് കാരണങ്ങളുണ്ട്. മോഹൻലാൽ നായകനായി ഞാൻ സ്വന്തമായി നിർമ്മിച്ച, സംവിധാനം ചെയ്ത് ചിത്രമാണ് യുവജനോത്സവം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രം. ചിത്രത്തിൽ അതുവരെ ചെറിയ വേഷങ്ങളിൽ മാത്രം അഭിനയിച്ചിരുന്ന സുരേഷ് ഗോപിയെ ഞാൻ പ്രധാന വില്ലനാക്കി. നായകനാവാനുള്ള ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചപ്പോൾ ഞാൻ തിരക്കഥയും സംഭാഷണവും ഗാനങ്ങളും എഴുതി ഐ.വി. ശശി സംവിധാനം ചെയ്ത അക്ഷരത്തെറ്റ് എന്ന ചിത്രത്തിൽ സുരേഷ് ഗോപിയെ നായകനാക്കണമെന്ന് ഞാൻ നിർബന്ധമായി ശശിയോട് പറഞ്ഞു. സുരേഷ് ഗോപി ആദ്യമായി നായകനായി വന്നത് അക്ഷരത്തെറ്റ് എന്ന ചിത്രത്തിലാണ്. അന്ന് ഹിറ്റ് ചിത്രങ്ങൾ അഭിനയിച്ച് പ്രശസ്തനായ ഒരു യുവനായകനായിരുന്നു ഐ.വി. ശശിയുടെ മനസ്സിൽ. എന്നാൽ എൻ്റെ അഭ്യർത്ഥന മാനിച്ച് ശശി സുരേഷ് ഗോപിയെ തന്നെ നായകനാക്കി. അക്ഷരത്തെറ്റ് റിലീസ് ചെയ്ത ആ ദിവസം സുരേഷ് ഗോപിയുടെ അമ്മ കൊല്ലത്തെ ഒരു തിയേറ്ററിൽ സിനിമ കണ്ട ശേഷം എന്നെ ഫോണിൽ വിളിച്ച് ആ കുടുംബത്തെ നന്ദിയും കടപ്പാടും അറിയിച്ചത് ഞാൻ ഇന്നും ഓർക്കുന്നു. ആരിൽ നിന്നും നന്ദി പ്രതീക്ഷിക്കേണ്ട എന്ന സത്യവും എനിക്കറിയാം. കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി ഇതൊക്കെ മറന്നു കാണും. പക്ഷേ ഈ 86-ാം വയസ്സിലും എൻ്റെ ഓർമ്മശക്തിക്ക് കുറവൊന്നും സംഭവിച്ചില്ല. എന്നേക്കാൾ വളരെ ചെറുപ്പമായ സുരേഷ് ഗോപി ഈ മറവി രോഗത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.